ഹായ് ഹലോ സുഖമല്ലേ? അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കോക്ടെയിലാണ്. അപ്പോൾ ഈ മാംഗോ കോക്ടെയിലിന് ഞാൻ തന്നെ പേരിട്ടതാണ്, കണ്ണൂർ കോക്ടെയിലിൻ്റെ പോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ വലുപ്പത്തിലുള്ള മീഡിയം സൈസിലുള്ള 2 നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ എടുക്കാവേ. ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഒരു കസ്തൂരി മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയേറെ ടേസ്റ്റാണ്. അതുകൊണ്ട് ഉണ്ടാക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് നട്ട്സുകൾ എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ, ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, ഒരു എന്താ പറയുക ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 5-6 റൈസൻസ് ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലാണ് വേണ്ടത്. ഇതിന് ഇപ്പോൾ 2 മാങ്ങയ്ക്ക് ഒരു 1.5 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ഈ പാലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് തണുപ്പിച്ചിട്ട് കട്ടയാക്കിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുത്തോളൂ. ഇനി തണുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ തണുപ്പ് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എനിക്ക് തണുപ്പ് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത മാങ്ങ കഷ്ണങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മെയിനായിട്ടുള്ള, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അതെന്തായിട്ട് ഒഴിക്കണേ, ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പാല് 1.5 കപ്പ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുത്തോളൂ. എല്ലാവരുടെയും മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് വരട്ടെ. നല്ലതായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടതും. ഇനി നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ, അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പം ഞാനിനി ഇത് അടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്ക് കുറച്ച് അനാർ ഇട്ട് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് അടിച്ചു വെച്ച മാംഗോൻ്റെ ജ്യൂസായിട്ടുള്ള ഇത് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂം, കുറച്ച് ഡേറ്റ്സും, കുറച്ച് റൈസൻസും ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ഭയങ്കര ഒരു ഫുൾനെസ് ആണ്, എല്ലാം നല്ല ഒരു ഫീലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് വീണ്ടും കുറച്ച് അനാറും കുറച്ച് ഡേറ്റ്സും കുറച്ച് കാഷ്യൂം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഓരോ സ്പൂണും ഇങ്ങനെ വായി വെച്ച് കുടിക്കുമ്പോഴത്തേനും എന്താ പറയുക, നല്ല ഒരു വീണ്ടും നമുക്കൊരു ആ ടേസ്റ്റിൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മാംഗോ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോയിൽ കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഇനി ഞാൻ നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ ഞാൻ 2 മാങ്ങ വെച്ചിട്ട് ശരിക്കും ഒരു 2 ഗ്ലാസ്സിനടുത്ത് നമുക്ക് കിട്ടുമേ. അപ്പോൾ 2 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 മാങ്ങ എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്, അതുപോലെ തണുപ്പ് പറ്റാത്തവർക്കും കൂടെ ഇത് കഴിക്കാൻ പറ്റും.